ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ 65 ആണ് കേട്ടോ. നമുക്ക് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും വൈറ്റ് റൈസിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റൈസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് വെച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ കോളിഫ്ലവർ 65 തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അത് വന്നിട്ട് നമ്മൾ ഈ ഒരു അളവിൽ ഈ ഒരു സൈസിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ക്രിസ്പിനെസ് നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തീരെ ചെറുതാക്കുകയും വേണ്ട, തീരെ വലിയ പീസാക്കിയിട്ടും അരിയാൻ വേണ്ടി നിൽക്കേണ്ട. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാനിൽ ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. 1 ലിറ്റർ അളവിലാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ വെള്ളമുള്ളത്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർക്കാവുന്നതാണ്. കോളിഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് ഒരേ 1 മിനിറ്റ് മാത്രം ഇതൊന്ന് തിളച്ചാൽ മതിയാകും കേട്ടോ. ഒരുപാട് സമയത്ത് നമ്മളിത് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മിനിറ്റ് ഇതൊന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം 1 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയെടുക്കാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർന്നു പോകാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ഹോളിലൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയൊരു കൂട്ടും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറിന് പകരം നമുക്കിതിലേക്ക് മൈദാമാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദാമാവാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പിൻ്റെ പകുതി ഉണ്ടല്ലോ, ആ പകുതി അളവിൽ നമുക്ക് മൈദാമാവും പകുതി അളവിൽ അരിപ്പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. കൂടെ തന്നെ അതുപോലെ വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഞാനിപ്പോൾ കടലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവ് കുറഞ്ഞൊരു മുളക് പൊടിയാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത്. ഇച്ചിരി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വലിയ ജീരകം അതും കൂടി ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ മസാല കൂട്ടിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ആ വെള്ളത്തിലേക്ക് കുറേയൊക്കെ ഉപ്പ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിന് ധാരാളം മതിയാവും കേട്ടോ. ഒരുപാട് കട്ടിക്ക് നമുക്കങ്ങനെ ഈ ബാറ്റർ ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. അതായത് ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
കോളിഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് നമ്മുടെ ഈ ബാറ്റർ എല്ലാം നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം. അതിൻ്റെ പേരിലാണ് ഒരുപാട് കട്ടിയായിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് കട്ടിക്കാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കുന്നതെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് മാവ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ആ കോളിഫ്ലവറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ആകുമ്പോഴത്തേക്കും ആ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ ഈ മസാലകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇച്ചിരി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ കോളിഫ്ലവറും വറുത്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 5 മിനിറ്റ് 5-10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ച് വരും കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതുപോലെ ഓരോ കോളിഫ്ലവറായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. 1 മിനിറ്റിന് ശേഷം മാത്രം ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതായത് ഇങ്ങനെ അടുക്കി ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിക്ക് മാത്രം ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് ഇട്ട് നമ്മളിങ്ങനെ ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ മസാലകൾ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് കുറച്ച് സമയം 1-2 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലതുപോലെ കളറ് മാറിയിട്ട് ആകെ നമുക്ക് വേഗാതെ കിട്ടും. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ നല്ലതുപോലെ ചിരിച്ചില്ലാന്നുള്ള ബബിൾസൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി തുടങ്ങും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ ക്രിസ്പി ആക്കണം എന്നുള്ള ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കൂടി ഞാനിപ്പോൾ എക്സ്ട്രാ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി കേട്ടോ. സാധാരണ നോർമലായിട്ട് നമ്മുടെ കോളിഫ്ലവർ 65 തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷെ നമ്മൾ ആ കേരള സ്റ്റൈലിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ ഒന്ന് പ്രത്യേകം തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കോളിഫ്ലവർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു അല്പം കറിവേപ്പില ചേർത്താണ് കേട്ടോ ഇതെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് വറുത്ത് കോരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ 65 ആയിരിക്കും. എന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നാരങ്ങയുടെ കഷ്ണം കൂടി വെച്ചൊന്ന് സെർവ് ചെയ്തേക്കും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒരല്പം നാരങ്ങ നീരും കൂടി ചുറ്റിച്ചൊന്ന് കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി ഉണ്ടാകും കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് 65 ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഓക്കെ, എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.